പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ അവതരിപ്പിക്കുന്ന ജ്യോതിഷ സെഗ്മെൻറ്റ് നിങ്ങളുടെ നാളെയാകുന്നു. നിങ്ങളുടെ നാളെയിൽ നാളെ 1200 ധനുമാസം 5-ാം തീയതി, അതായത് 2024 ഡിസംബർ മാസം 20-ാം തീയതി ശുക്രവാരം അഥവാ വെള്ളിയാഴ്ചയാകുന്നു. വെള്ളി ഒരു ശുഭദിനമാകുന്നു. ഇപ്പോൾ ജ്യോതിഷത്തിൽ വ്യാഴത്തിനും ശുക്രനുമാണ് ആചാര്യത്വം കൽപ്പിച്ചിരിക്കുന്നത്. വ്യാഴം ദേവാചാര്യനാണ്, ശുക്രൻ അസുരാചാര്യനാണ്. നാളെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:42 അസ്തമയം വൈകിട്ട് 6:04 നാളത്തെ രാഹുകാലം 10:30 മുതൽ 12 മണി വരെയുള്ള സമയമാകുന്നു. അതിനാൽ പ്രാദേശിക സൂര്യോദയ പ്രകാരം രാഹുകാലം 11:12 മുതൽ 12:42 വരെയുള്ള സമയമായി നാം മനസ്സിലാക്കേണ്ടതാണ്. നാളത്തെ തിഥി പ്രായണ കറുത്തപക്ഷത്തിലേതാണെങ്കിലും പഞ്ചമി തിഥിയാണ്. ചന്ദ്രൻ ബലവാനാണ്. കാലത്ത് 10:30 കഴിഞ്ഞാൽ പഞ്ചമി കഴിഞ്ഞ് കറുത്തപക്ഷത്തിലെ ഷഷ്ടി തിഥി ആരംഭിക്കും. പഞ്ചമി കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രന് ബലം കുറവാണ്. കറുത്തപക്ഷത്തിലെ തിഥി പിന്നീട് അങ്ങോട്ട് അത്ര ശുഭമല്ല. തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. നാളത്തെ നക്ഷത്രം അതിശക്തമായ മകൻ നക്ഷത്രമാകുന്നു. മകം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാകുന്നു. എങ്കിലും നാൽക്കാലികളും ഗർഭിണികളും പ്രായണ വെള്ളിയാഴ്ച സഞ്ചരിക്കാറില്ല. അതിനാൽ വെള്ളിയാഴ്ച ഗർഭിണികൾ, സ്ത്രീകൾ, നാൽക്കാലികൾ ഇവയെ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും നാം നിഷിദ്ധമായി കാണുന്നു. വെള്ളിയാഴ്ചകളിലും ബുധനാഴ്ചകളിലും. നാളത്തെ നക്ഷത്രം ബാക്കി എല്ലാ വിഷയങ്ങൾക്കും വാങ്ങലും കൊടുക്കലും വ്യാപാരവും ഊഹക്കച്ചവടം ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന വെള്ളിയാഴ്ചയാണ്. അതിനാൽ അതൊക്കെ വളരെ അനുകൂലമാണ്. കാലത്ത് 9 മണി മുതൽ 10:30 വരെയുള്ള സമയം ബാങ്ക് അക്കൗണ്ടായാലും അല്ലെങ്കിൽ ലോണിന് അപേക്ഷിക്കുന്നതായാലും ഈ ഒരു സമയത്ത് നിങ്ങൾ ആരംഭം കുറിക്കുക. അതിനുശേഷം എത്ര സമയവും നിങ്ങൾക്ക് എടുക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നാളെ നിങ്ങൾ മകൻ നക്ഷത്രത്തിൽ നിർബന്ധമായും സർപ്പക്ഷേത്ര ദർശനം നടത്തുക. അശ്വതി മകം മൂലം ഈ നക്ഷത്രങ്ങളുടെ അധിപനായ ഗ്രഹം കേതുവാകുന്നു. അതിനാൽ ഏത് സർപ്പക്ഷേത്രത്തിൽ ചെന്നാലും ആയില്യപൂജ, സർപ്പബലി അല്ലെങ്കിൽ നാഗങ്ങൾക്ക് 100 പാലും അല്ലെങ്കിൽ മഞ്ഞൾ നിവേദ്യമൊക്കെ നിങ്ങൾക്ക് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓം രാഘവേ നമഃ, അതേ രീതിയിൽ ഓം കേതവേ നമഃ എന്ന പഞ്ചാക്ഷരി മന്ത്രം നിങ്ങൾ ജപിക്കുക. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ. ഈ മന്ത്രത്തിലൂടെ നാഗസാന്നിധ്യവും നാഗങ്ങളുടെ അനുഗ്രഹവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ല ശോഭനമായ നല്ലൊരു നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.